എൻ്റെ വിശ്വാസരാഹിത്യം അറിഞ്ഞ ആദ്യ നാളുകളിൽ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയായി കാണുന്ന മറ്റൊരാളുടെ അടുത്തേക്ക് എന്നെ എത്തിക്കുകയും അദ്ദേഹവുമായുള്ള ചർച്ചയിൽ എനിക്ക് ഒരു തടസ്സം അനുഭവപ്പെട്ടത് ഈ പറയുന്ന ഖുർആനിലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനത്തിൽ മുഴുകുകയും ഞാൻ ഈ ഒരു കാര്യം ഇപ്പൊ ഈ പറഞ്ഞ കാര്യം അന്നത്തെ മനുഷ്യനില്ലാത്ത ഒരു പുതിയ അറിവൊന്നല്ല അതിൽ അവതരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. അറിയാത്തത് കൊണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. ഇദ്ദേഹം കുറച്ചു കാലമെങ്കിലും ഈ ഫീൽഡിൽ ഉണ്ടായ ആളാണല്ലോ. കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ എങ്ങനെ അദ്ദേഹം പറയും. ഖുർആനിൽ ശാസ്ത്രീയമായ ഒരുപാട് സത്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ എത്ര സയന്റിസ്റ്റാണ് ഇസ്ലാമിലേക്ക് വന്നതെന്നറിയോ? അതൊക്കെ നമുക്ക് വിടാം. ഈ അടുത്തുണ്ടായ വലിയ വിഷയമാണല്ലോ ആഴക്കടലിലെ ഇരുട്ട്. ഈ സഹോദരനോടടക്കാൻ ഞാൻ പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അദ്ദേഹം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ആഴക്കടലിലെ ഇരുട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഴക്കടലിൽ ഇരുട്ടാണോ അല്ലയോ എന്ന വിഷയം. ഈ ആഴക്കടലിലെ ഇരുട്ട് കണ്ടുപിടിക്കുന്നത് ഈ അടുത്താണ്. ആഴക്കടലിൽ പല കാരണങ്ങളാൽ വെളിച്ചമുണ്ടായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഞാനൊരു വായിക്കാം. മുമ്പ് ഓക്സിജൻ ഉൽപാദനം സസ്യങ്ങള്, ആൽഗകൾ അല്ലെങ്കിൽ സയനോ ബാക്ടീരിയ എന്നിവയുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടത്തുക സൂര്യപ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ സീറ്റ്മാന്റെ സംഘം കടലിന്റെ അടിത്തട്ടിലെ ന്യൂട്രോണുകളാൽ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഓക്സിജന്റെ അളവ് ഉയരുന്നതായി കണ്ടെത്തി. സമുദ്രോപരിതലത്തിൽ നിന്ന് ആയിരക്കണക്കിന് മീറ്റർ താഴെ വെളിച്ചം തുളച്ചു കയറാനും സസ്യങ്ങൾ വളരാനും കഴിയില്ല എന്ന് കണ്ടുപിടിച്ചത് ഈ അടുത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതോ ഖുർആനിൽ വളരെ വ്യക്തമായ നിരക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കടലിനടിയിലേക്ക് സൂര്യപ്രകാശം എത്തൂല എന്ന്. സൂറത്തു നൂറിന്റെ 40-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ളുലുമാത്തുൻ ബഅ്ളുഹാ ഫൗഖ ബഅ് ഇദാ അഖ്റജ യദഹു ലം യക്ദ് യറാഹ. ഒരാൾ അവന്റെ കയ്യെ മുന്നിലേക്ക് പിടിക്കുകയാണെങ്കിൽ അതുപോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഇരുട്ടായിരിക്കും കടലിനടിയിലെ എന്ന്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയൊരു അത്ഭുതമാണെന്ന്. അതുകൊണ്ട് ആ സഹോദരൻ അടക്കമുള്ളവരോടാണ് പറയുന്നത്, അറിവില്ലായ്മ ഒരു അലങ്കാരമായി എടുക്കരുത്. അറിവുള്ളത് വരെ പഠിക്കുക, അല്ലെങ്കിൽ അറിവ് നേടുന്നത് വരെ പഠിക്കുക, അറിയാത്തത് ചോദിച്ച് പഠിക്കുക. ഖുർആനിൽ ഒരുപാട് ശാസ്ത്രീയമായ വശങ്ങളുണ്ട്.